നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് കേസുകൾ കൂടുന്നു. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി കർണാടക. പുതിയ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങി. അരിക്കൊമ്പന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകളിൽ ചിന്നക്കനാലിലെ ക്യാന്റീൻ ആക്രമിച്ചത് പലവട്ടം. ചായക്കൊപ്പം കൊമ്പൻ കഥകളുമായി തൊഴിലാളികൾ. പാവപ്പെട്ടവർക്ക് ഉടുപ്പുകൾ ഒരുക്കി തൃശൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾ. ആവശ്യക്കാർക്ക് ഡ്രസ് ബാങ്ക് സജ്ജം. പഴമയുടെ പ്രൗഢിയിൽ കൈപ്പുഴ കൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും. അയ്യപ്പൻ ബാല്യം ചെലവഴിച്ച ഇടങ്ങളെന്ന വിശ്വാസം. മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ തിരക്കിലലിഞ്ഞ് കൊട്ടാരവും ക്ഷേത്രവും. ക്രിസ്മസിനെ വരവേൽക്കാൻ നാട്. വിപണി സജീവം. സ്കൂളുകളിലും വിപുലമായ ആഘോഷം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കർണാടക. ദക്ഷിണ കർണാടകയിൽ മാത്രം 5 ഇടങ്ങളിലാണ് പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ಎಲ್ಲ ಹಿರಿಯ ನಾಗರಿಕರು 60 ವರ್ಷ ಹಾಗೂ ಮೇಲ್ಪಟ್ಟವರು ಇತರ ಆರೋಗ್ಯ ಸಮಸ್ಯೆಗಳಿಂದ ಬಳಲುತ್ತಿರುವವರು ವಿಶೇಷವಾಗಿ ಕಿಡ್ನಿ ಹೃದಯ ലിവർ സമസ്യകൾ. കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെയുയരുന്നതിനെ തുടർന്ന് അതിർത്തികളിൽ കർണാടക പരിശോധന കർശനമാക്കി. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ 5 ഇടങ്ങളിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തലപ്പാടി, ബെണ്ട്വാളിയിലെ സാരഡ്ക, പുത്തൂരിലെ സ്വർഗ, സുള്ളിയപദവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. ദക്ഷിണ കന്നഡയിൽ ഇതുവരെ ഒമിക്രോൺ JN1 റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടാൽ പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങായി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂർ കൊടകരയിലെ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ. രക്ഷിതാക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ഡ്രസ് ബാങ്കിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവെച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂൾ. ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ സ്കൂളിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാനാധ്യാപിക PS സീമ പറഞ്ഞു. ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ വളരെ നല്ലൊരു സ്വീകാര്യതയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്കു വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഉപയോഗിച്ച് പഴകിയതോ കേടുവന്നതോ അല്ലാത്ത, പാകമാകാത്തതിനാലും കളർ ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത്. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് മനക്കുളങ്ങര സ്കൂളിലെ ഡ്രസ് ബാങ്കിൽ ശേഖരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ PTA അംഗങ്ങളായ അമ്മമാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ തരംതിരിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾക്ക് പുറമെ പുതപ്പ്, തോർത്തുമുണ്ട് എന്നിവയും ഡ്രസ് ബാങ്കിലുണ്ട്. ഇതിനോടകം നിരവധി പേരാണ് ഈ നല്ല പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ളതെന്ന് ഡ്രസ് ബാങ്കിന്റെ മാനേജറായി പ്രവർത്തിക്കുന്ന സ്കൂൾ സ്റ്റാഫ് അംഗം K സനൽ പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക്. പകരം നമ്മൾക്ക് കിട്ടുന്ന ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ, നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിന് ആവശ്യക്കാർ
ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് 10 മണി മുതൽ 12 മണി വരെ സൗജന്യമായി നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത്. വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയും. കഴിഞ്ഞ വർഷമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കം കുറിച്ചത്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന തരത്തിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം വിപുലീകരിക്കുകയായിരുന്നു. ഡ്രസ് ബാങ്കിനായി ഒരു മുറി സജ്ജമാക്കുകയും മുതിർന്നവർക്കും കുട്ടികൾക്കുമായി പ്രായം അനുസരിച്ച് ഇവിടെ വസ്ത്രങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് 18 കൊടകര. ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് പന്തളം കൈപ്പുഴ കൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും. അയ്യപ്പൻ 12 വയസ്സുവരെ വളർന്നു എന്ന് വിശ്വസിക്കുന്ന കൈപ്പുഴ കൊട്ടാരം കാണാനായി തീർത്ഥാടന കാലത്ത് നിരവധി ഭക്തരാണ് എത്തുന്നത്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് പഴമയുടെ പ്രൗഢിയിൽ സ്ഥിതി ചെയ്യുന്ന കൈപ്പുഴ കൊട്ടാരം. പന്തളം രാജാവായിരുന്ന രാജരാജശേഖര വർമ്മയുടെ മകനായി അയ്യപ്പൻ 12 വയസ്സുവരെ കൈപ്പുഴ കൊട്ടാരത്തിൽ വളർന്നുവെന്നാണ് വിശ്വാസം. ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഒരു 8കെട്ടാണ്. ഇവിടെയാണ് അയ്യപ്പൻ 12 വയസ്സുവരെ വളർന്നത് എന്നാണ് വിശ്വാസം. ശബരിമല മലവിളക്കിന് തിരുവാഭരണം കൊണ്ടുപോകുന്ന ദിവസം അന്ന് രാജപ്രതിനിധിയായിട്ട് പോകുന്ന ആൾ ഈ കൊട്ടാരത്തിൽ വന്ന് വലിയ തമ്പുരാട്ടി ഇവിടെ ഉണ്ടാവും. അന്നത്തെ ദിവസം വലിയ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ച് പൂജിച്ച വാള് വലിയ തമ്പുരാട്ടി കൈമാറും. ആ വാള് കൊണ്ടാണ് നേരെ ശബരിമലയ്ക്ക് യാത്രയാവുന്നത്. 12 മുറികളും നിലവറയുമുള്ള കൊട്ടാരത്തിലെ കുളത്തിൽ അയ്യപ്പൻ കുളിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കൊട്ടാരം ഇന്നും പഴമയുടെ തനിമയിൽ തന്നെയാണ് സംരക്ഷിച്ചു വരുന്നത്. മണ്ഡലകാലമായതോടെ കൊട്ടാരം കാണാനായി നിരവധി ഭക്തരാണ് കൈപ്പുഴ കൊട്ടാരത്തിൽ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ക്രിസ്മസ് കാലം. കോഴിക്കോട് മുക്കം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിസ്മസ് ആഘോഷം വേറിട്ടതായി. പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ആഘോഷം. ക്രിസ്തുമസിനെ വരവേൽക്കുകയാണ് നാട്. സ്കൂളുകളിലടക്കം ആഘോഷങ്ങളും പതിവായി. കരോൾ ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും കേക്ക് മുറിച്ചും ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമലും പിറന്നല്ലോ. കരോൾ ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും കേക്ക് മുറിച്ചുമെല്ലാമാണ് പ്രതീക്ഷ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കൊപ്പം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ആഘോഷിച്ചത്. എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പ്രതീക്ഷ സ്കൂളിനെ കുറിച്ച് ആലോചിച്ചത്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളുമായിട്ട് പോയിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. മുക്കം പ്രതീക്ഷ സ്കൂൾ മുറ്റത്ത് നടന്ന പരിപാടിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിംഗ്ലി, ഡോക്ടർ യഹിയ ഖാൻ, പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ സിൽവ, പ്രഭാകരൻ പ്രതീക്ഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേറ്റ് മലപ്പുറം വളാഞ്ചേരിയിൽ മെഗാ കേക്ക് ഫെസ്റ്റ്. കേക്ക് ഫാന്റസി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ 35 ടീമുകൾ മാറ്റുരച്ചു. കേക്കുകൾ രുചിയുടെ മാത്രമല്ല കാഴ്ചയുടെയും വിരുന്നൊരുക്കുകയാണ് ഇവിടെ. അലങ്കരിച്ച വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള പല വർണ്ണങ്ങളിലും തയ്യാറാക്കിയ കേക്കുകൾ മേളയ്ക്ക് മാറ്റുകൂട്ടി. ഭംഗിയിൽ മാത്രമല്ല രുചിയിലും മുന്നിലായിരുന്നു ഈ കേക്കുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഇന്നിവിടെ കേക്ക് ഫെസ്റ്റ് നടക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 36 പേരോളം അടങ്ങുന്ന
വിവിധ തരത്തിൽ വിവിധ രുചികളിലുള്ള കേക്ക് ഞങ്ങൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തതാണ്. സ്വയം ഓരോ തീം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തീം ബേസ് ആയിട്ട് ചെയ്തതാണ്. ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ചായിരുന്നു മെഗാ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വീട്ടമ്മമാർക്കായി കേക്ക് ഫാൻസി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 35ഓളം ടീമുകൾ മത്സരിച്ചു. വളാഞ്ചേരി യാറാം മാളിൽ വെച്ച് നടന്ന പരിപാടിയിലെ രുചിയൂറും കേക്കുകൾ കാണുവാനും രുചിക്കുവാനും നിരവധി പേരാണ് എത്തിയത്. ക്രീമിലാണത് മൊത്തമായിട്ട് ചെയ്തത്, ക്രീമിലാണ്. പിന്നെ ഫോണ്ടൻ്റാണ് ഈ വർക്കൊക്കെ. കുറേ സ്ത്രീകൾക്ക് പുറത്തിങ്ങനെ കുക്ക് ചെയ്ത് കാണിച്ചു തരാനും പിന്നെ ഓൾക്ക് വീടിൻ്റെ ഉള്ളിലല്ലാതെ തന്നെ ഓൾ പുറത്തിറങ്ങിയിട്ട് ഓൾക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് തയ്യാറെടുത്താണ് വീട്ടമ്മമാർ കേക്കുകളുടെ ഡിസൈൻ പൂർത്തീകരിച്ചതെന്ന് സംഘാടകർ പറയുന്നു. ക്രിസ്തുമസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പനും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള കേക്ക് കാഴ്ചകൾ കാണികളിൽ കൗതുകമേകി. ന്യൂസ് 18 തിരൂർ. ചോക്ലേറ്റുകൾ നിർമ്മിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യ മുഴുവനും വിപണനം ചെയ്യുകയാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ ഒരു സംരംഭക. കാരശ്ശേരി സ്വദേശിനി അഷീക ഖദീജയാണ് വ്യത്യസ്ത രുചികളിലും രൂപങ്ങളിലുമുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത്. കാരശ്ശേരി സ്വദേശിനി അഷീക ഖദീജയാണ് വ്യത്യസ്ത രുചികളിലും രൂപത്തിലുമുള്ള ചോക്ലേറ്റുകൾ നിർമ്മിക്കുന്നത്. ആവശ്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നൽകും. ഓർഡർ അനുസരിച്ച് രാജ്യമെമ്പാടും കയറ്റി അയക്കും. സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചരണം. കൊറിയർ വഴിയാണ് ഇവ അയക്കുക. 4 വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും കോവിഡ് കാലത്തിന് ശേഷമാണ് ആവശ്യക്കാർ ഏറിയതെന്ന് അഷീക ഖദീജ പറയുന്നു. കോവിഡിന്റെ സമയത്ത് ഒരുപാട് നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാതെ ബാംഗ്ലൂർ, ബോംബെ ഇവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ മുന്നേ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ ഷോപ്പിലൊക്കെ ആയിരുന്നു കൊടുത്തത്. പിന്നെ നമ്മൾ ക്വാളിറ്റി, നമ്മളെ ഐറ്റത്തിന്റെ ക്വാളിറ്റി കൂട്ടി, പിന്നെ അതിന്റെ പാക്കിംഗ്, കസ്റ്റമൈസേഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേ, വിവാഹ വാർഷികങ്ങൾ, എൻഗേജ്മെന്റ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്കായാണ് എല്ലായ്പ്പോഴും ഓർഡറുകൾ തേടിയെത്തുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ കാലത്ത് സമ്മാനങ്ങൾ നൽകാനായി അഷീക ഖദീജ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് കേക്കിന് സമാനമായ ചോക്ലേറ്റുകളും നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇത്തരം ചോക്ലേറ്റുകൾക്ക് നല്ല ഡിമാൻഡുമുണ്ട്. നേരത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഡൽഹി സെക്രട്ടേറിയറ്റിനും വേണ്ടി അഷീക ചോക്ലേറ്റുകൾ നിർമ്മിച്ച് കസ്റ്റമൈസ് ചെയ്ത് നൽകിയിട്ടുമുണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഒരു കസ്റ്റമർ വന്നാൽ അവര് നമ്മളെ അടുത്തുനിന്ന് വീണ്ടും വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഓൺലൈൻ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് വരുള്ളൂ. നമ്മളൊരു ഷോപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല. കൊറിയർ സർവീസ് ത്രൂ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് DTDC, ഡൽഹി വരെ അങ്ങനത്തെ കൊറിയർ സർവീസ് നമ്മൾ വെൽ പാക്ഡ് ചോക്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ പാക്കിങ്ങിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് അവർക്ക് സേഫായി എത്തുന്ന രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പം അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് തൊട്ട് അവർക്ക് അവിടെ റിസീവ് ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഗിഫ്റ്റ് നൽകാനായി ചോക്ലേറ്റിനൊപ്പം ഫോട്ടോകൾ ഫ്രെയിം ചെയ്തും വ്യത്യസ്ത മെസ്സേജുകൾക്കുള്ള കാർഡുകൾ ഡിസൈൻ ചെയ്തും നൽകുന്നുണ്ട്. ഇവർക്ക് സഹായികളായി അയൽവാസികളായ 2 സ്ത്രീകളാണുള്ളത്. ചെറുപ്പം തൊട്ടേ പാചകത്തോടും ചോക്ലേറ്റിനോടുമുള്ള ഇഷ്ടമാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും അഷീക ഖദീജ പറയുന്നു. ന്യൂസ് 18 കാരശ്ശേരി. അരിക്കൊമ്പന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ചായ കുടിക്കാൻ പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു ക്യാൻറ്റീനുണ്ട് ചിന്നക്കനാലിൽ. ഇന്ന് ആനക്കഥകൾ പറയാൻ നാട്ടുകാർ ഒത്തുചേരുന്ന പന്നിയാർ എസ്റ്റേറ്റിലെ ലേബർ ക്യാൻറ്റീൻ. അരിക്കൊമ്പന്റെ അവസാന ആക്രമണങ്ങൾ നേരിട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്യാൻറ്റീൻ. കാട്ടുകൊമ്പന്മാരുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്ന ക്യാൻറ്റീൻ കെട്ടിടത്തിന്റെ ചുവരിനുമുണ്ട് അരിക്കൊമ്പന്റെ ഒരുപാട് ഓർമ്മകൾ. നിരവധി തവണ കെട്ടിടത്തിന് നേരെ ആനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവസാന ആക്രമണമുണ്ടായത് 2023 മാർച്ച് 11 രാത്രി 10 മണിയോടെയാണ്. അരിക്കൊമ്പന്റെ സ്ഥിരം ഇരയായ സമീപത്തെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഇട്ടതോടെ ആനയുടെ ആക്രമണം ഈ കടയ്ക്ക് നേരെയായി. ഈ സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന ക്യാൻറ്റീൻ ജീവനക്കാരൻ എഡ്വിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പേടിയായിരുന്നു 6 മണി 5 മണിന്. ഇപ്പൊ ഒന്നും പേടിയില്ല. അരിക്കൊമ്പും പോയിരുന്നൊന്നും പേടിയില്ല. കാലത്ത് കേൾക്കേണ്ട അടുത്ത് ഏറ്റവും എന്ന് പറഞ്ഞ ഒരു ചാരന്റെ അടുത്ത് കൊണ്ടിരുന്നു. അവിടെ രാത്രി 10 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവണ് അവിടെ ഓടിച്ച കൊണ്ട് ചെയ്യും. ഒരു മിനിറ്റ് വെച്ചിട്ട് അന്ന് അവന്റെ പെണ്ണുമ്പിള്ളില്ല, അവന് മാത്രം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ തൊഴിലാളി ക്യാൻറ്റീൻ കൂടുതൽ സജീവമായി. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ കടുവാസങ്കേതം കീഴടക്കി നടക്കുന്ന അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഇടയ്ക്കെങ്കിലും ചായ കുടിക്കാനെത്തുന്നവരുടെ ചർച്ചയിൽ ഇടം പിടിക്കും.
തൊഴിലാളി ക്യാന്റീനെ പോലെ അരിക്കൊമ്പൻ കഥകൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകളിൽ ഇടം പിടിക്കുന്ന നിരവധി തൊഴിലാളി ഇടങ്ങളുണ്ട് ചിന്നക്കനാലിൽ. കാലം എത്ര കഴിഞ്ഞാലും മുത്തശ്ശി കഥ പോലെ അരിക്കൊമ്പൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. ന്യൂസ് 18 ചിന്നക്കനാൽ. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം നടന്നു. മേഴത്തൂർ ശ്രീ ധ്വനിയുടെ നൃത്തം അരങ്ങേറി. പഴമയും പെരുമയുമുള്ളതും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകവുമായ പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം നടന്നു. മാധ്യമപ്രവർത്തക മാധു സജി ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വിജയ് അധ്യക്ഷയായി. ഒരു കുഞ്ഞു കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് കൂടുതൽ ധൈര്യം വരും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായപ്പോഴാണ് എന്തിനേയും അതിജീവിക്കാൻ കഴിയും എന്നൊരു ആത്മധൈര്യം ഉണ്ടായതെന്ന്. ഞാൻ അത്രയും കാലം വിചാരിച്ചിരുന്നത് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം അമ്മയാണ് എന്നാണ്. അന്നാണ് തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഏറ്റവും വലിയ ധൈര്യം ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളാണ് എന്ന്. മേഴത്തൂർ ശ്രീധ്വനി നൃത്ത സംഗീത വിദ്യാലയത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തരൂപം അരങ്ങേറി. തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സപ്താഹത്തിന് തുടക്കമായിരുന്നു. മൂവാറ്റുപുഴ അരുണൻ ഇരളിയൂറാണ് ഭാഗവതാചാര്യൻ. ന്യൂസ് 18 പട്ടാമ്പി. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുഴിയിലായി കാസർഗോഡ് കുമ്പള ബസ് സ്റ്റാൻഡ്. ഇത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറക്കാൻ പറ്റാത്തതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു. അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. KSTP റോഡ് വികസിപ്പിച്ചതോടെ കുമ്പള ബസ് സ്റ്റാൻഡ് താഴ്ചയിലായി. ഇത് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബസ്സുകളുടെ പുറകുവശം റോഡിൽ ഇടിക്കുന്നത് പതിവായതോടെ അപകട സാധ്യതയും ഏറി. ദിവസവും 100 കണക്കിന് ബസ്സുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിനാണ് ഈ അവസ്ഥ. ഇക്കാര്യം നിരവധി തവണ KSTP റോഡ് നിർമ്മാണ കമ്പനി അധികൃതരോടും പഞ്ചായത്തിലും അറിയിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടായില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്തെത്തി. 1 ലോഡ് മെറ്റൽ മിശ്രിതം ഇട്ടുറപ്പിച്ചാൽ തീരുന്ന പ്രശ്നമായിട്ടും അധികൃതർ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. ബസ്സുകളുടെ പുറകുവശം റോഡിൽ ശക്തമായി ഇടിക്കുന്നതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തേക്ക് തെറിച്ചു വീണ സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അടിഭാഗം റോഡിൽ ഇടിക്കുന്നത് ബസ്സുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ബസ് ഡ്രൈവർമാർ പറയുന്നു. ബസ് നോക്ക്, ബസ് ഓരോന്ന് പോകുമ്പോൾ അടിക്കുന്ന അടി നോക്ക്. അതിന് ഏതൊരു ബസ്സിന് നോക്ക്, ബേക്ക് അടിച്ചിട്ട് എല്ലാം പൊന്തിയിട്ട് ഇതായിട്ടുണ്ടാകും. അതിന് ചോദിക്കാനും വെക്കാനും ഇവിടെ ഒരു മനുഷ്യനും ഇടപെടുന്നില്ല. ഇതെല്ലാം സ്ഥിതി നോക്കി, ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി. ഇതൊരു ബസ് സ്റ്റാൻഡ്, ഒരു ബാത്റൂം പോലും ഇവിടെ ഇല്ല. KSRTC ബസ്സുകൾ റോഡിലിടിക്കുന്നത് പതിവായതോടെ പിൻഭാഗം തകർന്ന് ഇരുമ്പ് കഷ്ണങ്ങളും റോഡിലെ മെറ്റലുകളും ഇളകിത്തെറിച്ച് സമീപത്തെ കടകളുടെ ചില്ലുകളിൽ പതിക്കാറുണ്ട്. റോഡിന് സമാന്തരമായി കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത് KSTP റോഡ് നിർമ്മാണത്തിലെ അപാകതയെന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർ ഉയർത്തുന്നത്. അതേസമയം റോഡ് വികസനത്തിന്റെ ഭാഗമായി കുമ്പള ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായിരുന്ന സ്ഥലം KSTP കയ്യേറിയതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് പൈവളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. കയർക്കട്ട ഒളച്ചലിൽ ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമി കണ്ടെത്തിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവള്ളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഇടുക്കിയിലും കാസർഗോഡും 1ാം പിണറായി സർക്കാരാണ് ഗവൺമെന്റ് ITI പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടിയുണ്ടായില്ല. പൈവള്ളികൈ ബായാർ റോഡരികിൽ കയർക്കട്ട ഒളച്ചിലിൽ ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമി കണ്ടെത്തിയിരുന്നു.
കെട്ടിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. സാമ്പത്തിക ബാധ്യത കാരണമാണ് തുടർ പ്രവർത്തനമൊന്നും ആരംഭിക്കാത്തതെന്നാണ് വിവരം. പൈവള്ളിഗൈ ITI യാഥാർത്ഥ്യമാകാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ സഭയിലും മന്ത്രിമാരുടെ ശ്രദ്ധയിലും പലപ്പോഴും പെടുത്തിയൊരു കാര്യമാണ്. അപ്പോഴൊക്കെ അവർ നൽകിയൊരു വാഗ്ദാനം, അതിന് പകരമായി ഒരു ITI അതേ പയ്യോളികയിൽ നൽകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഞാനവിടെ സ്ഥലം കണ്ടെത്തി. പഞ്ചായത്ത് ഭരണസമിതി വാടക കെട്ടിടത്തിൽ നിങ്ങൾ ITI നൽകുന്നുവെങ്കിൽ ഞങ്ങളെ തുടങ്ങാൻ റെഡിയാണെന്ന് ബില്ലിംഗ് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ മെല്ലെപ്പോക്കാണ്. ഈ മേഖലയോട് കാലാകാലങ്ങളിൽ കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് അനുവദിച്ച, ഞങ്ങൾക്ക് അർഹതപ്പെട്ട, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ITI ചീമേനയിൽ സ്ഥാപിക്കുന്നു. അതിന് പകരം തരാമെന്ന് പറഞ്ഞതുപോലും തരാത്ത ഒരവസ്ഥ. ജനുവരി മാസം നിയമസഭ ആരംഭിക്കുമ്പോൾ തീർച്ചയായും വീണ്ടും ഈ വിഷയം സഭയിൽ ഉന്നയിക്കും, മിനിസ്റ്ററുമായി ചർച്ച ചെയ്യും. 90% ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് പൈവള്ളിഗൈ. കൂടാതെ അതിർത്തി പ്രദേശമെന്ന പരിഗണനയും ഈ ITI പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് ഇവിടെ സൗകര്യമില്ലാത്തതിനാൽ കർണാടകയിലെ മംഗളൂരു അടക്കമുള്ള നഗരങ്ങളെയാണ് ഈ ഭാഗത്തുള്ളവർ ആശ്രയിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ITI ആവശ്യവുമാണ്. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം 1.5 മാസത്തോളം അടുക്കുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് സമരം. മൂന്നാർ ദൗത്യസംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ 12-ന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. കുടിയിറക്ക് നീക്കം അവസാനിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള നീക്കം തടയുക, സിങ്കുകണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല. റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, തിരിച്ചൽ കാർഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ. പട്ടയം നിങ്ങൾ തന്നെങ്കിലല്ലേ ഞങ്ങൾക്കുള്ളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് ഒരു വെറുതെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്, അതെപ്പോൾ വേണേലും തിരിച്ചെടുക്കാം. ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. നിരവധി പേരാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നത്. ന്യൂസ് 18 ചിന്നക്കനാൽ. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. PT തോമസിന്റെ 1ാം ചരമദിനത്തോടനുബന്ധിച്ച് മുരിക്കാശ്ശേരിയിൽ നടന്ന സമ്മേളനം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലൂടെ മാത്രമാണ്. ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടിയവർ ഒരുപാട് അനവധി വേറെയുണ്ട്. പക്ഷേ PTക്ക് അതിന് മുന്നിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ ആരും വ്യത്യസ്തരല്ല. ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനവും വഹിക്കാത്ത അനേകര് ഇതിന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പ്രസ്ഥാനം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. ഇടുക്കി കട്ടപ്പന കാഞ്ചിയാറിൽ കടകളിൽ വ്യാപക മോഷണം. 9 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. കൂടാതെ വില്ലേജ് ഓഫീസ് കുത്തിത്തുറക്കാനും ശ്രമം നടന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് പണവും നഷ്ടമായി. CCTV ദൃശ്യങ്ങളിൽ മുഖംമൂടി ധരിച്ചയാൾ മോഷണം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മോഷണ പരമ്പരയിൽ നാട്ടുകാർ ഭീതിയിലാണ്. കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് എളേറ്റിൽ പന്നൂർ പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 8ഓളം പേരെ നായ കടിച്ചു. 3.5 വയസ്സുകാരനും 2.5 വയസ്സുകാരനും 7 വയസ്സുകാരനും ഉൾപ്പെടെയാണ് നായയുടെ കടിയേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കിയിൽ താളങ്ങളുടെ വിസ്മയം തീർത്ത പാലക്കാട് കാക്കയൂർ അപ്പുക്കുട്ടൻ മാരാർ ശതാഭിഷേകത്തിന്റെ നിറവിലാണ്. 6 പതിറ്റാണ്ടുകാലം ഗുരുവായൂരിൽ കുചേല ദിനത്തിൽ ഇടയ്ക്ക കൊട്ടുന്നത് അപ്പുക്കുട്ടൻ മാരാരാണ്. ഈ വിശേഷങ്ങളോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
കാക്കയൂർ അപ്പുക്കുട്ടന്മാരാർക്ക് ഇടയ്ക്ക വെറുമൊരു ക്ഷേത്രവാദ്യമല്ല, കലാജീവിതത്തിൽ 7 പതിറ്റാണ്ടുകാലം ഹൃദയത്തുടിപ്പായിരുന്ന വാദ്യമാണ്. അറുപത്തൊന്ന് വർഷം കുചേല ദിനത്തിൽ ഗുരുവായൂരിൽ മുഴങ്ങിക്കേട്ടത് അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയുടെ താളപ്പൊലിമയാണ്. ജീവിതത്തിന്റെ പാർശ്വഭാഗവും തോളിലൊരു ഇടയ്ക്കയുമായി ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് മാരാർ നടന്നു തീർത്തു. ശതാഭിഷേകത്തിന്റെ നിറവിലും മാരാർക്ക് പക്ഷേ വിശ്രമമില്ല. പഞ്ചവാദ്യത്തിന് ഇടയ്ക്ക വായിച്ചു തീർക്കാൻ പ്രായം പോലും മാരാർക്ക് മുമ്പിൽ വഴിമാറിക്കൊടുക്കുന്നു. 9-ാം വയസ്സിൽ തായമ്പകയിലായിരുന്നു അരങ്ങേറ്റം. പിതാവ് മാരാത്ത് ശങ്കരൻകുട്ടി മാരാറായിരുന്നു ആദ്യ ഗുരു. തലയെടുപ്പുള്ള ഉത്സവങ്ങളിൽ അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയിൽ നിന്നുള്ള നാദം ആസ്വാദകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. ഞാനിത് തുടങ്ങിയിട്ട് 65 വർഷമായി ഫീൽഡിൽ ഇറങ്ങിയിട്ട്. 7 വയസ്സ് മുതൽ ക്ഷേത്രത്തിൽ ഇതിൻ്റെ പ്രയോഗം ഉണ്ടായിരുന്നു. അന്ന് അമ്പലത്തിൽ പൂജ കൊട്ടും ശങ്കുളിക്കുള്ള കാലമാണ്. പിന്നെ ഈ കുടിയാമ്പില്ലും ഇതൊക്കെ വന്നു അത് മുടങ്ങി. ഇപ്പോൾ ക്ഷേത്ര ജോലി ഇല്ലാതായിട്ട് കുറേ കൊല്ലമായി. അപ്പോൾ ഞാൻ 65 വർഷം മുമ്പ് ഫീൽഡിൽ ഇറങ്ങിയതാണ്. എല്ലാവരും അപ്പുവാശാൻ എല്ലാവരും കളരിയിൽ നിന്ന് പഠിച്ച് അവരുടെ കൂടെ 10-30 കൊല്ലം നടന്ന് ഒന്നിച്ച് പ്രവൃത്തിയെടുത്ത് പിന്നീട് സ്വതന്ത്രമായി അവരും പല ഭംഗിയിലും പോകാൻ തുടങ്ങി. ഇപ്പോൾ ഈ അടുത്ത ഈ ബുധനാഴ്ച കുചേല ദിനം ഗുരുവായൂർ വരെ പോയി. 4 പതിറ്റാണ്ടുകാലം തൃശൂർ പാറമേക്കാവിന്റെ പഞ്ചവാദ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പുക്കുട്ടന്മാരാർ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടിയും മാരാർ പെരുക്കിക്കയറി. ബഹുമതികളുടെ പെരുമഴയിലും ക്ഷേത്രകലയെ അനുഷ്ഠാനമാക്കിയ കാക്കയൂർ അപ്പുക്കുട്ടന്മാരാരുടെ ഇടയ്ക്കയുടെ പെരുംനാദം വേറിട്ട് നിൽക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.